ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇങ്ങനെ വീട്ടിലിരുന്നപ്പോഴത്തേക്കും ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ഔട്ടിങ് പോയാലെന്ന്. നമ്മൾ പോകാൻ തീരുമാനിക്കുന്നത് തിരുവനന്തപുരത്ത് ഒരു എക്സ്പോ നടക്കുന്നുണ്ട്, അവിടെ പോകാമെന്നാണ് വിചാരിക്കണേ. വീഡിയോസിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് അത്യാവശ്യം കൊള്ളാമെന്നൊക്കെ തോന്നി. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ ഇറങ്ങിയത് ഇതെവിടെയൊക്കെ വെച്ച് ലുലു മോളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ വേൾഡ് മാർക്കറ്റിൻ്റെ അകത്ത് എന്തോ എക്സ്പോ ഇടി, ഓണം എക്സ്പോ കാണാനാണ് നമ്മൾ വന്നേ. നമ്മൾ എത്ര കിലോമീറ്റർ, 56 കിലോമീറ്റർ എങ്ങാണ്ട് ട്രാവൽ ചെയ്താണ് കേട്ടോ വന്ന്. നമുക്ക് അകത്ത് കയറാം. ഇതാണ് കേട്ടോ നമ്മൾ ഈ നടന്നു പോണതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ലുലു പറഞ്ഞേ. ആക്ച്വലി ഞാൻ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിറങ്ങിയത് ഈ സംഭവം വർക്കാവില്ല, അല്ലെ ഈ സംഭവം ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ലുലുവിൽ കയറിയിട്ട് നൈസായിട്ട് വീട്ടിൽ പോകാമെന്നാണ്. അപ്പം ഇവിടെ ആ സൈഡിൽ ലുലുവും ഈ സൈഡിൽ എക്സ്പോയാണ് പറഞ്ഞേ. ഓണം അവതാർ എക്സ്പോ എന്നാണ് കേട്ടോ. ഇതിൻ്റെ ടിക്കറ്റ് എനിക്ക് തോന്നുന്നു 120 ആണ് പറഞ്ഞതെന്ന് തോന്നുന്നു. നമുക്ക് പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. എവിടെയൊക്കെ വെച്ച് ടിക്കറ്റ് എടുക്കാം? ടിക്കറ്റ് എടുക്കാവേ. ആണ് കേട്ടോ ടിക്കറ്റ് 200 rupees. നമ്മൾ 120 വെച്ച് കണ്ടത് ഫില്ല് ചെയ്തിടാം. ബാ. ഇപ്പോൾ ഗൈസ് നമ്മൾ അകത്തോട്ട് കയറുവാണേ. ഞാൻ അകത്തോട്ട് കയറിയിട്ട് അകത്ത് എന്താണെന്നുള്ളത് മാത്രമേ കാണിക്കുള്ളൂ കേട്ടോ. വീഡിയോയിൽ സംസാരിക്കാൻ പറ്റത്തില്ല, അതിനകത്ത് നല്ല ഒച്ച ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ എത്ര പറഞ്ഞാലും അത് കേൾക്കാനും പോകില്ല. അപ്പം നമുക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് അകത്തോട്ട് കയറാവേ. പല പോർഷനായിട്ടാണ് കേട്ടോ ഇത് പറഞ്ഞത്, ഒരു സ്ഥലത്തല്ല. ഇങ്ങനെയാണ് കേട്ടോ പറഞ്ഞേ. ബേബി സൗണ്ട് ഇട്ടപ്പോഴത്തേക്ക് എടുത്തടി ഓടി. ബേബീൻ്റെ ഇടയിൽ മുമ്പേ പോണു. ഞാൻ പുറകെ വീഡിയോസൊക്കെ എടുത്തെടുത്ത് പുറകെ പോണു. ഇതെന്ത് സംഭവം? എന്തുവാണോ? ഇനി ഫിഷിൻ്റെ ടാങ്കാണ് കേട്ടോ പറഞ്ഞത്. ഫിഷസ് ആണ് പറഞ്ഞത്. Goldfish, I love goldfishes.
കുറച്ച് ഫിഷ് ഡെഡായി കിടക്കുന്നേ ഇവിടെ ഉണ്ട്. ഒത്തിരി ഫിഷ് ചേർത്തു. മഞ്ഞി കൂടെ കോഴി ഓടിപ്പോകുന്ന വീഡിയോ കണ്ടിട്ടില്ലേ? വെള്ള സാധനം. അതിന് പിന്നെ എന്തിനാ തൊണ്ടപ്പത്തേക്കണേ? അതിന്റെ കൂടെ നല്ല സ്മെല്ല്. ഇഗ്വാന. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഗിനിപ്പന്നിയുണ്ട്. ഇവിടെ എന്താണല്ലേ? ഇവിടെയും സെയിം എലിയും ഗിനിപ്പന്നിയും ഒക്കെ ഉണ്ട്. ആൻഡ് ലിറ്റിൽ എലി. എലിയിൽ ഇത്രയും ഭംഗിയല്ലേ എലി ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എലിക്ക് സൺഫ്ലവർ സീഡോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. മോനെയും കാണാനില്ല, എന്നെ കളഞ്ഞിട്ട് പോയ. ഉണ്ട്. യെല്ലോ ഗോൾഡൻ ഫെസന്റ്. ഐ തിങ്ക് ഇത് ഫീമെയിലും ഇത് മെയിലും ആണെന്ന് തോന്നുന്നു. ബിക്കോസ് മെയിൽ ഈസ് നല്ല ഭംഗിയുണ്ട് കാണാൻ. സാധാരണ പക്ഷികളിലും മൃഗങ്ങളിലൊക്കെ മെയിലാണല്ലോ കാണാൻ ഭംഗി. റിംഗ് നെക്റ്റഡ് ഫെസന്റ്. ഓ വൗ. ചെടിയാ തോന്നുന്നു. ഇതിൻ്റെ പേരില്ല കേട്ടോ. ആരാണ്ടേ നുള്ളിക്കൊണ്ട് പോയി ഇതിൻ്റെ പേര്. ഇതിൻ്റെ പേര് എനിക്കും അറിയാൻ പാടില്ല. പക്ഷെ പുള്ളിയെ കാണാനൊരു മേനേ ഇല്ല. ഉമിയ ഫെസന്റ്. ബേർഡ്സ്. ഇഷ്ടപ്പെടാത്തെ ഉറങ്ങുവാണോ? എന്തൊക്കെ ഇഷ്ടപ്പെടാത്തെന്താ? ലൈറ്റ് ഇല്ല. ശല്യം. കൊള്ളാലോ. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല. എൻ്റെ ബേബിക്ക് ബാബാക്കോഴി. ആൻഡ് ഓൾസോ മീ ബാബാക്കോഴി. കുഞ്ഞു ബേബിയും ഡാഡിയും മമ്മിയും.
ടാഗ് ഇടാൻ പാടില്ല എന്നല്ലേ? ഇതിൽ വോയിസ് ആഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കണേ. പിന്നെ വീഡിയോ ലാസ്റ്റ് എഡിറ്റ് ചെയ്ത് കാണുമ്പോൾ സമയത്ത് വോയിസ് വേണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. സുന്ദരി നല്ല ഭംഗിയില്ലേ കാണാൻ? പിന്നാമ്പുറം മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഉമ്മറം കാണാൻ പറ്റുന്നില്ല. ഒരു ചൂടും ഉണ്ടാകുന്നു തോന്നുന്നു താഴെ കിടക്കണേ. കരിയിലെ കിളിയുടെ വേറൊരു വേർഷൻ. അവിടെ അതെന്തോ ഒരു സാധനം. കിളി. വേണ്ട. നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരു 8-10 സ്റ്റോൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്തിനോ ഇട്ടേക്കുന്നു എന്ന് പറയാനേ പറ്റത്തുള്ളൂ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഇവിടെ കുറച്ച് ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതും ആരുമില്ല, തിരക്കുമില്ല, കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റോളുകാർ നമ്മളെ അങ്ങോട്ട് വിളിച്ച് നമ്മൾ ചെല്ലുന്ന ടൈമിൽ അവർ എണീറ്റ് നിന്നിട്ട് നമ്മളെ വിളിക്കും. നമ്മൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് അവർ തിരിച്ചിരിക്കും. അതായിരുന്നു പരിപാടി. ആരുമില്ലായിരുന്നു. അതേപോലെ സ്റ്റോളും കാര്യങ്ങളൊന്നും ഇല്ല. ഉള്ളതാണെന്നുണ്ടെങ്കിൽ 3-4 എണ്ണം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ട് എന്നല്ലാതെ നമുക്ക് ഒരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ട് മേടിക്കണം എന്ന് തോന്നി മേടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫേവറേറ്റ് സെക്ഷനാണിത്. ഇങ്ങോട്ട് വന്നപ്പോഴേ ബുക്സ് കണ്ടപ്പോഴേ വെച്ച് പറഞ്ഞു വേണമെങ്കിൽ മേടിച്ചോ വേണമെന്നുള്ളത് നോക്കി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് സാധനം കണ്ടാലും മേടിച്ചോ എന്ന് പറയുന്ന കെട്ടിയവനും ഒരു സാധനവും മേടിക്കാത്ത ഞാനും. നക്കിത്തരത്തിൻ്റെ എക്സ്ട്രീം ലെവലാണ് ഞാൻ. പൈസ ഇറക്കാൻ വേണ്ടി ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ഉപയോഗം വരുന്ന സാധനങ്ങളിൽ പൈസ ഇറക്കാൻ വേണ്ടി യാതൊരു വിധ മടിയില്ലാത്ത എൻ്റെ കെട്ടിയവനും. ഞങ്ങൾ രണ്ടുപേരും നല്ലോണം ചേരും. കോമിക്സ് ആയിരിക്കും.
ജ്യൂസ് കഴിക്കും. നോക്കാം, ബെഡ്ഷീറ്റ് നോക്കാം, കോട്ടൺ മുണ്ടുകള്, കൈത്തറി മുണ്ടുകള് നോക്കാം. അപ്പൊ ഒന്നുമില്ല, ഇനി വന്നാ മതി. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങളൊന്ന് നിന്നു. പഴയ ഒത്തിരി സ്വീറ്റ്സും കാര്യങ്ങളും പഴയ ഒത്തിരി മുട്ടായിയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പണ്ട് സ്കൂളിൽ പോകുമ്പോഴത്തേക്കും മറ്റേ ഐസ്ക്രീം കോരി കുടിക്കാൻ തരുന്ന ആ ഒരു സ്പൂണില്ലേ, അതിനകത്ത് മറ്റേ ലേശം എന്തോ മുട്ടായിയാന്ന് എനിക്ക് അറിയാൻ പാടില്ല, നമ്മൾ കരണ്ടി മുട്ടായി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊരു പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊതിഞ്ഞ് വെക്കണം, ആ ഒരു സംഭവം മേടിച്ചു. ബീഡി മുട്ടായി മേടിച്ചു. അതേപോലെ അവിടെ നിന്ന് കുറച്ച് കുക്കീസും മേടിച്ചു. വന്നിട്ടൊന്നും മേടിക്കാതെ പോകണ ശരിയല്ലല്ലോ വിചാരിച്ചിട്ട് അത്രയും സാധനം മേടിച്ചു. അതേപോലെ മുന്നേ കണ്ട ഒരു ഗ്ലാസ് സെക്ഷനിൽ നിന്ന് ഞാനൊരു 6 കപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് ഞാൻ അവിടെ നിന്ന് മേടിച്ച സാധനം. ബാക്കി എല്ലാവരും വിളിക്കുന്നുണ്ട്, വാ കയറി നോക്ക്, വന്ന് വാങ്ങിക്കുകയെന്നും പറഞ്ഞിട്ട് ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാനാണെന്നുണ്ടെങ്കിൽ പൈസ മുടക്കുന്നത് എനിക്കിഷ്ടമല്ല. അതേപോലെ ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കണ്ട എന്നൊരു, അതായത് കുറച്ചിൽ കൊണ്ട് അല്ലെങ്കിൽ മേടിക്കാൻ പാടില്ല അങ്ങനെ ഒരു സംഭവമല്ല, അല്ലെങ്കിൽ അത് കൊള്ളത്തില്ല അങ്ങനെയല്ല. പക്ഷേ എനിക്ക് മേടിക്കണ്ട എന്നൊരു സംഭവം വർക്ക് ചെയ്യും. എനിക്ക് വേണ്ട, എന്തിനു ചുമ്മാ മേടിക്കണേ എന്ന് തോന്നും, മേടിക്കണം എന്ന് തോന്നും. പിന്നെ അങ്ങോട്ട് ചെന്നിട്ട് പിന്നെ എന്തിനു മേടിക്കണേ എന്നും തോന്നും. എന്നെ പോലെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. കുക്കീസ് എന്തെങ്കിലും വേണം? എല്ലാം കൂടെ മിക്സിംഗ് ഉണ്ട്. കാക്കിലെ 80 രൂപ. എല്ലാ ഫ്ലവറും മിക്സിംഗ്. ഉമ്മച്ചി വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രോഡക്റ്റ്സ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്നു. ഇവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നു വീഡിയോ എടുത്തു. അപ്പം നമ്മൾ മുന്നോട്ട് നടന്നു പോട്ടെ. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ സ്പീഡ് കൂട്ടിയിടുവാണ് കേട്ടോ. ഇതൊന്നും വർക്കിംഗ് അല്ലേ ഗച്ചി? ഇതൊന്നും വർക്കിംഗ് അല്ലേ? ഒരു മനുഷ്യ കുഞ്ഞിക്ക് വന്നതിന് വേണ്ടി ഞാനൊരു 6 കപ്പ് മേടിച്ചു അല്ലേ? ഒന്നും മേടിച്ചില്ല എന്ന് വേണ്ട, നടന്നാണ് കണ്ണു നടുവഴിക്കണം.
ടാടാര മോൻ. കറക്കുഞ്ഞാലൊക്കെ ഉണ്ട്, പക്ഷെ കറക്കുന്നില്ല എന്ന് മാത്രം. ഇതിനും വേണ്ടി ഇത്രയും ദൂരം വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നഷ്ടം പോലെ തോന്നുന്നു. ലൈറ്റൊക്കെ കൊള്ളായിരുന്നല്ലേ, അതൊക്കെ ഭംഗിയുണ്ടായിരുന്നു, പക്ഷെ പ്രത്യേകിച്ച് പറഞ്ഞില്ല. ആരും ഇല്ല. ഇതെന്തോ പോടി, കൊള്ളാല്ലേ, പക്ഷെ വേണ്ട. കട്ടിങ് ഉണ്ട്, നോക്കി കയറണം. ഒത്തിരി പൂക്കളൊക്കെ ഉണ്ട്. നമ്മളെ വീട്ടിൽ മേടിച്ചുകൊണ്ട് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് മേടിക്കുന്നില്ല. കഴിഞ്ഞ പാലോട് മേളയ്ക്ക് ഈ ചെടിയിൽ നിന്നാണ് ഞാൻ മേടിച്ചുകൊണ്ട് പോയത്. റെഡ് റോസും ഒക്കെ കഴിഞ്ഞ മേളയ്ക്കല്ല, 3-4 മേളയ്ക്ക് മുന്നേ മേടിച്ചുകൊണ്ട് പോയേ. ഇതുള്ളല്ലേ ചേച്ചി, നല്ല ചെമ്പരത്തി, അതുകൊള്ളാം. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഇവിടുത്തെ എക്സ്പോ അവസാനിച്ചിരിക്കുന്നു. എക്സ്പോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കി പരിപാടി പിടിക്കാം. ഹലോ, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ട് ഇത്രയും കിലോമീറ്റർ ദൂരം വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും സങ്കടം വരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പട്ടി കയറി പോന്നു. ഇത്രേ ഉണ്ടായുള്ളൂ. ഞാൻ വിചാരിച്ചു ഒത്തുകൂടിയൊക്കെ ഉണ്ടാവും, അടിപൊളിയായിരിക്കും വിചാരിച്ചു. ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പാലോട് മേളയൊക്കെ കിടിലമാണ്. കടയ്ക്ക് തിരുവാതിര അതിലും കിടിലാണ്. ഇവിടെ ഒന്നുമില്ല. പിന്നെ പിള്ളേരെയും കൊണ്ട് ലൈറ്റ് കാണാൻ വരുന്നവർക്ക് വരാം, കാണാം. എനിക്കൊന്നും രാത്രി ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. ഇവിടെ ചുറ്റും ലൈറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ഭംഗി കുറച്ചുകൂടെ ഉണ്ടാവുമായിരിക്കാം. അപ്പം നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഫ്രണ്ട് പോർഷൻ നമ്മൾ ടിക്കറ്റ് എടുത്ത സ്ഥലത്ത് നമ്മൾ തിരിച്ചു വന്നു. ഇനി നമ്മൾ വണ്ടി വെച്ചേക്കുന്നിടത്തോട്ട് പോട്ടെ. എക്സ്പോയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലുലു മോളിൽ കയറാൻ തീരുമാനിച്ചു. എന്നാൽ പിന്നെ ഇതിനകത്ത് കയറി 2 റൗണ്ട് നടന്നിട്ട് ഇറങ്ങിപ്പോവാം. പ്രത്യേകിച്ചൊന്നും മേടിക്കൊന്നുമില്ല, എന്നാലും ഒരു രസം. വണ്ടി പാർക്ക് ചെയ്ത് പാർക്കിംഗ് സെക്ഷനകത്തോടെ നമുക്ക് ഉള്ളിൽ കയറാവേ. ഇതാണ് കേട്ടോ പാർക്കിംഗ് സെക്ഷൻ പറഞ്ഞേ. ലുലു മോളിൽ പോകാത്ത ആരും ഉണ്ടാവില്ല, എന്നാലും ഒരു രസത്തിന് നമുക്ക് പറയാമല്ലോ. ലുലു മോളിൽ പോണ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഇവിടെയാണ് പാർക്കിംഗ്, 2 വീലർ എൻട്രി. പാർക്കിങ്ങിൽ വണ്ടി വെച്ച് നമുക്ക് ഉള്ളിലോട്ട് കയറാവേ. ബാക്കി ഞാൻ സംസാരിക്കുന്നില്ല, വീഡിയോ ബാക്കി റെക്കോർഡ് ചെയ്യാവേ. ഇപ്പോഴാണ് സ്റ്റാർട്ടായത്. ഞാൻ പടം തുടങ്ങുന്ന കഴിച്ചിരുന്നു. സ്റ്റെപ്പ് നല്ല
44 size. എടുക്കണം. എൻ്റെ ഗ്ലൂ ഒന്ന് നോക്കണ്ടേ? ഹൈപ്പറിനകത്തുണ്ടോ ഗ്ലൂ ഗൺ? നോക്കാം. മേടിച്ചോണ്ട് പോയാലോ? അല്ലേ വേണ്ട, കൈ തൂക്കണല്ലേ. യൂണിഫോം അല്ലേ മറ്റേ പരിപാടിയൊക്കെ ഓണപ്പരിപാടി. എല്ലാത്തിൻ്റെ ഭംഗി ഇന്നാണ് വെളി പറഞ്ഞത്. ഇത്രയും നാൾ ഒരടിച്ച യൂണിഫോം ഇട്ട് അൽക്കുലത്തെ ലുക്കിൽ വന്നുകൊണ്ടിരുന്നവരെല്ലാം ഇന്ന് നല്ല ലുക്കിൽ വന്നിട്ടുണ്ട്. പട്ടുടുപ്പും പാവാടയും ഹാഫ് സാരി, ഇത് എന്തിനാണ് സെറ്റ് സാരി, മുണ്ടെടുത്തുണ്ടായിരിക്കും വന്നിട്ടുള്ള എല്ലാവരും. ഇതാണ് കേട്ടോ ലുലുവിൻ്റെ ഫ്രണ്ട്. ടോട്ടൽ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഒരു 3/4 മണിക്കൂർ ഉണ്ടാവും. നമ്മൾ ബേബിക്ക് സാധനങ്ങൾ മേടിക്കണേ, നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കണേ ഫാഷൻ സ്റ്റോറിനകത്താണ് കേട്ടോ. ഫാഷൻ സ്റ്റോറിനകത്തു നിന്നാണ് കേട്ടോ. ഇതിനകത്തു നിന്നാണേ നമ്മൾ സാധനങ്ങൾ മേടിക്കണേ. ഓഫറൊക്കെ ഉണ്ടാവും. ഓണായതുകൊണ്ട് അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടാവും. തൽക്കാലം ഇപ്പോൾ ആ സൈഡിലോട്ട് കയറുന്നില്ല. നമ്മളെങ്ങോട്ടാ? പോയിട്ട് ഫാഷൻ സ്റ്റോറിൽ കറങ്ങി ചുറ്റി തിരിച്ചു വയ്ക്കും. ഡെയിലി ധാരണ വെയിറ്റ് ചെയ്യാം. എന്നാൽ ചിലപ്പോൾ ലൈറ്റൊക്കെ കാണാം. എവിടെ? കഴുകൂട്ടത്താ? അല്ലല്ല, മറ്റേ അവിടെ യൂസ് ചെയ്തില്ല. എൻ്റെ ഇവിടെ ലൈറ്റ് ഉണ്ടല്ലോ. ഇവിടെ ലൈറ്റ് ഉണ്ട് കേട്ടോ. അവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഓണത്തിൻ്റെ സ്പെഷ്യലാണെന്ന് തോന്നുന്നു. നിറയെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ലുലുവിൻ്റെ ഉള്ളിൽ പറഞ്ഞത്. ലുലുവിൻ്റെ ഉള്ളിൽ ഡെയിലി വരുന്നവർക്ക് സ്പെഷ്യലൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ മന്ത്ലി വൺസ് വരാറുണ്ട്. ഇക്കച്ചി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ബാക്കി വീഡിയോയിലില്ല. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഇടാം കേട്ടോ. സ്പെഷ്യലായിട്ടൊന്നും നടക്കാൻ പോകില്ല. ഇക്കച്ചി വർക്ക് ചെയ്യുന്ന സെക്ഷൻ ലുലുവിൽ കണക്റ്റിലാണേ. അപ്പോൾ അവിടെ പോയി അവന്മാരെ എല്ലാം മുഖം കാണിച്ചിട്ട്
തിരിച്ച് ഫാഷൻ സ്റ്റോർ വഴി ഇറങ്ങി നേരെ വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാണണമെങ്കിൽ മാത്രമേ വീഡിയോ എടുക്കുള്ളൂ കേട്ടോ. നിങ്ങൾ പ്രത്യേകിച്ച് പർച്ചേസ് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയയിൽ വന്നതല്ല. എക്സ്പോ കാണാൻ വന്ന് ചതിക്കപ്പെട്ടതുകൊണ്ട് എക്സ്പോ വിട്ടിട്ട് ലുലുവിൽ കയറിയതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എടി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലുലു അല്ലേ? ഇന്ത്യയിലാണ്. ആ, ബിൽഡിംഗ് വൈസ് ഇത് വലുതും പാർക്കിംഗ് സ്പേസ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ളത് UP-യിൽ. ബിൽഡിംഗ് വൈസ് ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലുലു മോൾ. ഒരു ദിവസം മൊത്തം ഉണ്ടെങ്കിൽ നടന്ന് കയറി മൊത്തം കണ്ടിട്ട് തിരിച്ചു പോകാം. അപ്പോൾ ബാക്കി നോക്കാം. ഇതാണ് കേട്ടോ ലുലു മോളിലെ ഫണ്ടൂറ. ഗെയിം കളിക്കൊക്കെ ഇച്ചിരി കാല് പിടിച്ചപ്പോഴത്തേക്ക് ചെയ്യുന്നകത്ത് കയറ്റി. അപ്പോൾ നമ്മൾ ലിഫ്റ്റിലാണ് കേട്ടോ വന്ന് കയറിയേ. ബേബിയും കൊണ്ട് നടക്കാൻ വയ്യ, നടു. ഇത്രയും ദൂരം വന്നപ്പോഴത്തേക്കും വെള്ളക്കെട്ടായി. ഞാനും കുഞ്ഞും ചിഞ്ചോയിച്ചൊക്കെ മുന്നേ വന്നപ്പോഴത്തേക്കും കയറിയിട്ടുണ്ടായിരുന്നേ. ഇങ്ങ് മുകളിലുള്ള പോർഷനിൽ നമ്മൾ കയറിയില്ല, ഇതിൻ്റെ താഴത്തെ പോർഷനിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നേ. കുഞ്ഞു ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഗെയിമിൽ കയറുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാം കേട്ടോ. ഇതാണ് എൻ്റെ ഫണ്ടൂറ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു പിള്ളേരെയൊക്കെ സ്കൂളിൽ നിന്ന് ഫണ്ടൂറ, ലുലു മോളിൽ ഫണ്ടൂറ കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നൊരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുഞ്ഞുവിനെ ഒരു പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും ചിഞ്ചോയിച്ചിയും മച്ചിയും കുഞ്ഞും ബേബിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കാം. കോഫി എന്തെങ്കിലും വേണം? ഒരു കോഫി ഇട്ടിയാൽ കൊള്ളാം. എനിക്കറിയാൻ പാടില്ല ഇവിടെ എങ്ങനെ ഓർഡർ ചെയ്യാം. എനിക്കറിയത്തില്ല, കിട്ടും പറഞ്ഞു. എന്താ എനിക്ക് തിന്നാം. KFC-യിൽ അങ്ങനെയൊന്നുമില്ല. KFC എനിക്കിവിടെ ഓർഡർ ചെയ്യാൻ അറിയത്തില്ല. ടിക്കറ്റ് എടുത്താലേ കളിക്കാൻ പറ്റുള്ളൂ. ടിക്കറ്റ് എടുത്തായിരിക്കും. കളിക്കാൻ പറ്റിയൊന്നുമില്ല. എന്നാലും കളിക്കാൻ പറ്റിയ എന്താ ഉള്ളത് ഇവിടെ? മറ്റേ തോയ് എടുക്കണ സാധനം കളിക്കാം. പിന്നെ എന്താ ആ പൊങ്ങിപ്പോണ സാധനത്തിൽ കയറാം. ഒത്തിരി സാധനങ്ങളുണ്ട്. ഞാൻ ക്യാഷ് വാങ്ങിച്ചു തരാം. അപ്പോൾ ക്യാഷ് എടുത്തോ, പോക്കറ്റിൽ നിന്ന് എടുത്തോ, വാങ്ങിച്ചോ. എവിടെ ടിക്കറ്റ് എടുക്കണേ? അവിടെയല്ലേ, അങ്ങ് ഫ്രണ്ടിൽ 600 എടുത്താൽ പോരെ? ഓണത്തിന് ഓഫർ ഉണ്ടാവും. ഇവിടെയാണോ എടുക്കുന്നത് തന്നെ? നമ്മളെന്നാ അവിടെ നിന്നാണ് ടിക്കറ്റ്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അവിടെ നിന്നാണ് കളിച്ചത്. പക്ഷെ അന്ന് നമുക്കൊന്നും കിട്ടിയില്ലായിരുന്നു. ഒരു കളിക്ക് എത്ര രൂപ? എത്രയോ കോയിനാണ് ഈ കച്ചി കിട്ടണേ. അതിൽ നമ്മൾ 100 പോയിന്റ് എങ്ങാണ്ടാണ് ഇതിന്. പോയിന്റ് ബേസ് ആണ് കിട്ടണേ. എത്രയോ പോയിന്റ് വെച്ചാണ് എടുക്കണേ. അന്ന് നമ്മൾ 600 രൂപയ്ക്ക് കാർഡ് എടുത്തിട്ട് 6 പോയിന്റ് 7 പോയിന്റ് അങ്ങാണ്ടാണ് കിട്ടണേ. ഓരോ പോയിന്റിൽ എടുക്കാൻ പറ്റും. ഒരു പോയിന്റിൽ 3 പ്രാവശ്യം എങ്ങാണ്ട് 3 റൗണ്ട് എങ്ങാണ്ട് കിട്ടും. അത് നഷ്ടം. ഇല്ലെങ്കിൽ എന്നാണ്ട് ഈ കുതിരക്കകത്ത് ഏറ്റവും മതി. ആ കുതിര നല്ലല്ലേ? കുതിര പൊങ്ങിൻ തന്നും കൊള്ളത്തില്ല. ഉറപ്പാണോ? പെട്ടെന്ന് ബേബിക്ക് ഒരു 3 വയസ്സായെങ്കിൽ എനിക്കും അതിനകത്ത് കയറായിരുന്നു.
ഇതാണ് കേട്ടോ ഫാഷൻ സ്റ്റോർ. ഇത് ഗേൾസ് സെക്ഷൻ. എനിക്ക് പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിത് മൊത്തം മേടിച്ചുകൊണ്ട് പോയിന്. ഭാഗ്യവശാൽ കിച്ചിയുടെ പോക്കറ്റിൽ പൈസ ഇരിക്കാൻ വേണ്ടി എനിക്ക് ആങ്കൊച്ചനുണ്ടായി. എന്ത് ചെയ്യാൻ പറ്റും? കിച്ചി ഷർട്ട് കൊള്ളാമല്ലേ? വേണോ? വേണ്ട. ഇത് ബേബീസിൻ്റെ, ഇത് ഗേൾസിൻ്റെ സെക്ഷൻ അല്ലേ? സെക്ഷൻ മാറി വന്നതായിരിക്കും. ഇത് ടോയ് സെക്ഷൻ. നമ്മൾ തൽക്കാലം ടോയ് സെക്ഷനിൽ കയറില്ല. കപ്പ് കേക്കൊക്കെ ഉണ്ട്. നമ്മളിവിടെ നിന്ന് വട്ടം ചുരിയണ എന്തിനാ? നമുക്ക് ബോയ് സെക്ഷനിൽ പോവാം. അല്ല, അത് ഗേൾസിൻ്റെ ആണ്. അതെന്തിനാ? എടി അത് ഗേൾസിൻ്റെ ഉണ്ട്. ക്രോപ്പ് ഷർട്ടാണ്. കിട്ടി ബോയ്സിൻ്റെ ഷോർട്സ്. അതല്ല സൈസ്. 12 months. 36 ആകുമ്പോൾ എത്ര മന്ത്? 3 months. നല്ല ഭംഗിയാണ്, കൊള്ളാം. അയ്യോ 18-24 ആണ് ഞാൻ എടുത്തത്. 599 രൂപ, 600 രൂപ. ഫാഷൻ സ്റ്റോറിൽ നിന്നും മാക്സിൽ നിന്നൊക്കെ ഞങ്ങൾ ബേബിക്ക് വേണ്ടിയിട്ടും ഡായിക്കച്ചിക്ക് വേണ്ടിയിട്ടൊക്കെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ നേരമായപ്പോഴത്തേക്കും 9:30 മണിയങ്ങണ്ടായി ഞങ്ങൾ അതിനകത്ത് നിന്ന് ഇറങ്ങാനായപ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിയിട്ട് നേരെ വീട് പിടിക്കാനുള്ള പരിപാടിയാണ്. നല്ല വിശപ്പുണ്ട്, നല്ല കത്തി കയറുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് ചോറ് കഴിക്കുന്നുള്ള വാശി ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് ചായ കുടിക്കണം എന്നുണ്ടായിരുന്നു. ഞങ്ങൾ എക്സ്പോ കാണാൻ കയറി. എക്സ്പോയിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും എക്സ്പോ കാണാൻ കയറിയപ്പോഴത്തേക്കും കുറച്ച് സമയം ലേറ്റായി പോയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആദ്യമേ ഞങ്ങൾ എക്സ്പോ കാണാതെ നേരെ ലുലുവിലാണ് കയറിയെന്നുണ്ടെങ്കിൽ ഇത്രയും ലേറ്റ് ആവത്തില്ലായിരുന്നു. തുമ്പിയെ കണ്ടോ? ഇവിടുന്ന് ഞങ്ങൾ നേരെ ഹൈപ്പറിൽ കയറി. ഹൈപ്പറിനകത്ത് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഹൈപ്പറിനകത്ത് കയറിയ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഞാൻ അവിടെ നിന്ന് എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മേടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇതിൽ മാവേലി ബുള്ളറ്റിൽ ഓടണത്. ഇതുവഴി ഞങ്ങൾ നടന്ന് പോയിട്ടാണ് കേട്ടോ ഹൈപ്പറിൽ കയറിയത്. തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും നടന്ന് കാലും കഴിച്ച് വിശപ്പും ക്ഷീണവും എൻ്റെ ബേബിയും തളർന്ന് കുഴഞ്ഞ് ഞങ്ങൾ 3 ആളും തളർന്നു. 2 കൂടെ നടത്തി ഇത്രയും ലോങ്. ഇതിന് മുന്നേ ഞങ്ങൾ സ്കൂട്ടി തന്നെയാണ് ലുലുവിൽ വരാറ്. എന്നാലും ഇപ്രാവശ്യം വന്നപ്പോൾ നല്ല ക്ഷീണിച്ചു. അപ്പം ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ വീട് പിടിക്കാനുള്ള പരിപാടിയാണ്. ബേബി എന്തായാലും ഉറങ്ങും. നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് അവ ഉറപ്പായിട്ടും ഉറങ്ങും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചായക്കടയിൽ കയറി ചായയും കുടിച്ചിട്ട് ഞങ്ങൾ വീട് പിടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നോക്കണേ, ഇത് ലുലുവിൻ്റെ പുറത്തൊക്കെ ഒത്തിരി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ലുലുവിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന അവിടെ നിന്ന് ഞങ്ങളൊരു ലൈമും കുടിച്ചിട്ടാണ് കേട്ടോ പോയത്. നല്ല വിശപ്പ് കത്തി കയറുന്നുണ്ടായിരുന്നു. അത് കാരണം ഒരു ലൈം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒത്തിരി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ തിരിച്ചു വന്നത് ഹൈവേ കൂടെ അല്ല വന്നത്. ഹൈവേ തന്നെയല്ലേ പറയുക, അതുവഴിയല്ല വന്നേ. വന്നിരുന്നെന്നുണ്ടെങ്കിൽ ഓണത്തിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കണേ ഉണ്ടെങ്കിൽ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ താമസിച്ചു പോയതുകൊണ്ടും ബേബി എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കണം, ചോറ് കൊടുക്കണം എന്നുള്ളതുകൊണ്ടും ഞങ്ങൾ കുറുക്കുവഴി കയറിയൊക്കെയാണ് വന്നത്. അതുകൊണ്ട് ലൈറ്റും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. ലുലുവിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഒത്തിരി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓണത്തിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാലും വിലയ്ക്കൊന്നും ഒരു കുറവുമില്ല, അത് പ്രത്യേകം എടുത്ത് പറയാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഞങ്ങൾ നേരെ ചായക്കട പിടിക്കട്ടെ. കടിയുടെ പേരൊന്നും ചോദിക്കരുത്. എനിക്ക് അറിഞ്ഞൂടാ, കടക്കാരനാണ്. കൊറേ കടികളുണ്ട്. ഞാൻ അത് ഇതെന്ന് പറഞ്ഞാണ് വാങ്ങുന്നത്. അതില്ല, പേര് എഴുതി വെച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അറിയാനൊന്നും പറ്റൂല, വാങ്ങിച്ചു തിന്നോ. നമ്മളീ പോണ വഴിക്ക് തന്നെയാണോ? അടച്ചിട്ടുണ്ടാവും. ഞാൻ ഡെയിലി ഇറങ്ങി കഴിഞ്ഞ
ഞങ്ങൾ പോയ ചായക്കട എന്ന് പറഞ്ഞാൽ കിച്ചി സ്ഥിരം ചായ കുടിക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. ഫോണൊക്കെ ഇറക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ചായ കുടിക്കുന്ന സ്ഥലമാണ്. അവിടെ ചെന്നിട്ട് ആ കടി ഏതാ ഈ കടി ഏതാ, അതായത് ചായയുടെ കൂടെ കിട്ടുന്ന കടീൻ്റെ പേരൊന്നും ചോദിക്കരുത്. അവിടെ ഉള്ളവർക്കും അറിയത്തില്ല, ഈ കിച്ചിക്കും അറിയത്തില്ല എന്ന് ചേച്ചി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ചായക്കട. കിഡിലും കടി, വെറൈറ്റി കടികളൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും വന്ന് കുടിക്കണം കേട്ടോ. ബൈ ബൈ, സീ യു ഗൈസ്.